പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലക്സ്ന. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായി അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2019 ഞാൻ കൃപാസനം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ OET പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവൾ ഒരു ഹിന്ദു മതസ്ഥയായിരുന്നു. അവളാണ് എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞതും കൃപാസനത്തിൽ ഉടമ്പടിയുടെ കാര്യങ്ങളും എല്ലാം അവൾ വഴിയാണ് ഞാൻ അറിഞ്ഞതും ഇവിടേക്ക് വന്നതും. എനിക്ക് OET എന്നൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഭയങ്കര ഒരു പേടിയുള്ളൊരു എക്സാം ആയിരുന്നു. കാരണം ഞാനൊരു സാധാരണ സ്റ്റേറ്റ് സിലബസിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും സാധാരണ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന മിക്ക കുട്ടികളും തന്നെ ICSE CBSE സിലബസ് ആയിരുന്നു. എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു. സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഒക്കെ എനിക്ക് കറക്ഷൻസ് കിട്ടുമ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം എനിക്ക് എന്നും എൻ്റെ പേപ്പറിൽ നിറച്ച് റെഡ് മാർക്സ് ആയിരുന്നു. റൈറ്റിങ്ങിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നായിരുന്നു ട്യൂട്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പഠിച്ച് തുടങ്ങി 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കൃപാസനത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നെയും കൊണ്ട് എനിക്കിത് സാധിക്കില്ല എന്ന് മനസ്സിലായി. OET എന്നെയും കൊണ്ട് മാത്രം എനിക്കിത് സാധിക്കില്ല, ഞാൻ പഠിച്ച് പാസ്സാവില്ല. അങ്ങനെ ഞാനും എൻ്റെ ആ ഫ്രണ്ടും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു മാറ്റങ്ങളായിരുന്നു. ഭയങ്കര എന്താ പറയുക, എല്ലാത്തിനും ഭയങ്കര ഒരു ധൈര്യം, എനിക്ക് സാധിക്കും, അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ആരോ പറയുന്ന പോലെ ഒരു മനസാക്ഷിയുടെ സ്വരം, അങ്ങനത്തെ ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയുടെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുകയാണ്. എക്സാമിന് ഞാൻ ചെയ്യുന്ന 1.5 മാസമായിപ്പിക്കും ഡേറ്റ് എടുത്തപ്പോൾ തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, നീ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഡേറ്റ് എടുക്കുന്നത്, ഇതുവരെ ഒന്നും പഠിച്ചായിട്ടില്ല. പിന്നെ ഈ OET എന്നൊക്കെ പറയുന്നത് ഇതൊരു സിലബസ് അല്ല, എല്ലാവർക്കും തന്നെ അറിയാം. നമ്മളിങ്ങനെ ആ സമയത്ത് എന്ത് ടോപ്പിക്ക് വരുന്നോ അതനുസരിച്ച് നമ്മൾ പറയുന്നതനുസരിച്ചിരിക്കും, ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു പ്രദക്ഷിണ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും ചെല്ലണേൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ ഡേറ്റ് എടുത്ത് എക്സാമിനായിട്ട് പോയി. എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും തന്നെ ഈ സ്പീക്കിങ്ങിൻ്റെ ഓരോ സിനാരിയോസ് ഡിസ്കഷൻ ചെയ്തുകൊണ്ട് പഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. എല്ലാവരും ഭയങ്കര പഠിക്കുന്ന ഓരോന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. പക്ഷേ എനിക്ക് അച്ഛൻ ഇവിടെ ധ്യാനത്തിലൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ടായിരുന്നു. തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് പോയത്. അവിടെ വെച്ച് ത്രൂ ഔട്ട് എൻ്റെ ബിഫോർ എക്സാമിന് വരെ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഞാൻ നിർത്താതെ കണ്ടിന്യൂസായി ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തർ എക്സാം സ്പീക്കിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അവരൊക്കെ മിക്കവരും തന്നെ കരഞ്ഞുകൊണ്ട് വരുന്നു. അവർക്ക് ടൈമിൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അവർക്ക് എക്സാമിനർ ഭയങ്കര റൂഡായിട്ട് പോലെ ഒരു പ്ലസൻറ്റ് ഫേസ് അല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് അത് താഴ്ത്തോട്ട് പോകും. അപ്പോൾ ആർക്കും തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് സങ്കടത്തിൽ ഇറങ്ങി വരണേ. പക്ഷെ ഞാൻ അപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ചാൻസ് വന്നു. ഞാനങ്ങനെ അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിങ്സ് ആയിരുന്നു. എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഒരു ലേഡി ആയിരുന്നു എന്നെ എക്സാമിനറായിട്ട് ആ റൂമിൽ ഉണ്ടായിരുന്നത്. ഭയങ്കര അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ എക്സാമിനർ, ശരിക്കും ഒരു അമ്മയുടെ സാന്നിധ്യം എനിക്ക് ആ മേഡത്തിലൂടെ എനിക്ക് കിട്ടി. കാരണം ചെന്നപ്പോൾ തന്നെ ഭയങ്കര വാം വെൽക്കമിങ് ആയിരുന്നു. ചിരിച്ചുകൊണ്ട് എന്താ മോളെ വിശേഷം, അങ്ങനെ ചെറിയൊരു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വെള്ളം വേണോ, അങ്ങനെയൊന്നും ആരും എക്സാമിനേഴ്സൊന്നും അങ്ങനെ ചോദിച്ചതായിട്ടും കേട്ടിട്ടില്ല. എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ എൻ്റെ ത്രൂ ഔട്ട് എക്സാം എനിക്ക് ആ ഒരു ഉറപ്പിൽ ഞാൻ എക്സാം ത്രൂ ഔട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഞാനങ്ങനെ റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്കവരും തന്നെ ആ CBSE വലിയ വലിയ സിലബസിൽ പഠിച്ചവരും തന്നെ ഫെയിലായപ്പോഴും ഞാൻ ഈ സാധാരണ ആവറേജ് സ്റ്റുഡൻ്റായി എന്നെ പരിശുദ്ധ അമ്മ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET എനിക്ക് പാസ്സായി. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിരുന്നു OET. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ജോലി. OET പാസ്സായതുകൊണ്ട് കാര്യമില്ല, ഒരു ജോലി കിട്ടണം. അങ്ങനെ ജോലിക്കായിട്ട് ഞാനിങ്ങനെ പല സ്ഥലത്തിന് ഇൻ്റർവ്യൂസിനൊക്കെ എനിക്ക് പല ഫ്രണ്ട്സ് വഴിയൊക്കെ ലിങ്ക് ഇൻ്റർവ്യൂസൊക്കെ കിട്ടി. അങ്ങനെ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ, അയർലൻഡിലുള്ള ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ വന്നു. സ്കൈപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു. അതെനിക്ക് കിട്ടിയില്ല. ഞാൻ ഭയങ്കര നിരാശപ്പെട്ടു. എന്താ കാരണം എന്നറിയില്ല. നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തത്. ഞാൻ മനസ്സ് പതറിയില്ല. പിന്നെ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. സ്കൈപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ എനിക്ക് ഫെയിലായിപ്പോയി, കിട്ടിയില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല.
അപ്പം ഞാൻ വിചാരിച്ചു എന്താ അത് പരീക്ഷണമായിരുന്നു ആണോ എന്നൊരു മനസ്സിൽ. എന്നാലും ഞാൻ പതറാതെ തന്നെ പ്രദക്ഷിണ പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇൻ്റർവ്യൂ, നീ ട്രൈ ചെയ്യും. അപ്പോൾ ഈ പ്രൈവറ്റിലും ഇവിടെ ഒന്നും കിട്ടാതിരുന്നപ്പോൾ തന്നെ എനിക്ക് പിന്നെയും ഇത് കിട്ടോ എന്നൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞങ്ങളൊരു 12 പേരുണ്ടായിരുന്നു സ്കൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് എല്ലാ ഉത്തരങ്ങളും തന്നെ ആരോ പറഞ്ഞു തന്നെ ഒരു ഫീലിങ്സ് ആയിരുന്നു. എല്ലാം തന്നെ ഇങ്ങനെ ഫ്ലുവൻ്റ്, ഇങ്ങനെ അവർ ചോദിക്കുന്നു, ഞാൻ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ റിസൾട്ട് അന്ന് രാത്രി തന്നെ, ഇവിടുത്തെ ഏകദേശം പാതിരാത്രി ആയിരുന്നു അവിടെ ഈവനിങ് ടൈം. അപ്പോൾ ആ സമയത്ത് തന്നെ റിസൾട്ട് എൻ്റെ മെയിലിലേക്ക് വന്നു, ഞാൻ കൺഗ്രാജുലേഷൻസ്, ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ 2 പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എനിക്ക് ഇൻ്റർവ്യൂ ഫെയിലായി പോയത് എനിക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ ഒരു ജോലി എടുത്ത് വെച്ചത് കൊണ്ടായിരുന്നു എനിക്ക് പൂർണ്ണ 100% ഒരു വിശ്വാസമായി. ഇപ്പോൾ ഈ പ്രൈവറ്റിൽ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ എല്ലാം നമ്മൾ കൊടുക്കുന്ന ഫീസും എല്ലാ പൈസയും തന്നെ നമുക്ക് തിരിച്ച് കിട്ടില്ലായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ആയതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് വരെ അവർ എനിക്ക് എല്ലാം തന്നെ തിരിച്ച് 1 മാസത്തിനോട് തന്നെ റീഫണ്ട് ചെയ്ത് കിട്ടി. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് 2018 എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 2020 ഞങ്ങൾ അയർലൻഡിൽ ഒരുമിച്ച് സെറ്റിലായി. ഞങ്ങൾ ഒരു 6-7 മാസം കഴിഞ്ഞു. 2021 പകുതി ആയപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രഗ്നൻസി റിസൾട്ട് എപ്പോഴും ഫെയിലായിരുന്നു, നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, കുട്ടികളായില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും കുട്ടികളാവാത്തതെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇങ്ങനെ ആരോടും പറയാതെ തന്നെ അവിടെയുള്ള GP, നമുക്ക് ഓരോരുത്തർക്കും ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം, ആദ്യം തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ബേസിക് കാര്യങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എനിക്ക് പിറ്റത്തെ ആഴ്ച തന്നെ അപ്പോയിൻമെൻറ്റ് തന്നു. അപ്പോയിൻമെൻറ്റ് തന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് എന്താ മാതാവേ, എനിക്ക് ഇല്ല, എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേ ഒരു സ്വരം ഉള്ളിലുണ്ടെങ്കിലും ഒരു ചെറിയ പേടിയോ എന്തൊക്കെയോ ഇത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ മുടങ്ങാതെ കേൾക്കുമായിരുന്നു. എനിക്ക് അന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും വേറെ ദിവസം ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ യൂട്യൂബിൽ കാണുമായിരുന്നു, സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ തലേ ഒരു ദിവസം സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുണ്ടായി. ഇങ്ങനെ പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ചേച്ചിക്ക് ഇങ്ങനെ കുട്ടികളുണ്ടായി എന്നുള്ളൊരു സാക്ഷ്യം. അപ്പോൾ അത് എന്നോടാണ് മാതാവ്, എന്നെ പിന്നെ ഓർമ്മപ്പെടുത്താനാണ് മാതാവ് ആ സാക്ഷ്യം പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമായി. പിറ്റേ ദിവസമാണ് അപ്പോയിൻമെൻറ്റ്. ഞാനപ്പോൾ അപ്പം തന്നെ മുട്ടുമ്പോൾ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രത്യക്ഷീണ പ്രാർത്ഥന എനിക്ക് പറ്റുന്ന പോലെ ഞാനിങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ കൊന്ത ചെല്ലണ പോലെ തന്നെ എന്നെ എന്തോ കണ്ടിന്യൂ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഏകദേശം പീരീഡ്സ് ആവുന്നതിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താലാണ് അതിൽ പോസിറ്റീവ് കാണിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും 10 ദിവസത്തോളം ഉണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. അവിടെ നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ഞാൻ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് ആവണം, വേറെ ഒന്നും എനിക്ക് അറിയണ്ട, ഞാനിത് സാക്ഷ്യം പറയും. അങ്ങനെ രാവിലെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവായിരുന്നു. ഞാൻ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്ന അതേ ദിവസം തന്നെ പ്രഗ്നൻസി പോസിറ്റീവായ റിസൾട്ടും കൊണ്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ത്രൂ ഔട്ട് പ്രഗ്നൻസി ആയാലും എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ്, കുഞ്ഞു കാര്യങ്ങളായപ്പോലും അത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതെല്ലാം സോൾവായി. എനിക്ക് സുഖപ്രസവം, എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. സുഖപ്രസവമായിരുന്നു. അതിനുശേഷം ഞാൻ 1 വർഷത്തോളം പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഒരു 4 വർഷത്തോളമായി കുട്ടികളുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവാതിരുന്നിട്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഒരു കുട്ടീനെ പെട്ടെന്ന് തന്നെ വേണം, കാരണം ഇത്രയും 6 years നിയറായി കുട്ടികളാവാതിരുന്നിട്ട് ഇനി ഒരു കുട്ടീനെ വേണം എനിക്ക് എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കുട്ടീനെ ഇവിടെ എനിക്ക് നീ തരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രത്യക്ഷീണ പ്രാർത്ഥന മുടങ്ങാണ്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരു ഫലമായിട്ട് ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് HBയും BP ഒക്കെ ഭയങ്കര ലോ ആവാൻ തുടങ്ങി. എനിക്ക് തല കറങ്ങണം, മിക്കപ്പോഴും സിക്ക് ലീവുകൾ എടുക്കും. എനിക്ക് HB ഒക്കെ എൻ്റെ 8-9 മാക്സിമം അത്രേ വരുള്ളായിരുന്നു. ബിഫോർ പ്രഗ്നൻസി എനിക്ക് 11 പോയിൻ്റ് ഒക്കെ വരുമായിരുന്നു. പക്ഷേ ഇത് 8-9. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണം. ഞാൻ ടാബ്ലറ്റ്സുകളൊക്കെ മുടങ്ങാണ്ട് കഴിച്ചുകൊണ്ടിരുന്നു. എക്സ്ട്രാ അയൺ ടാബ്ലറ്റ്സും എല്ലാം അവർ തന്നു, അതൊക്കെ കഴിച്ചു. എന്നിട്ടും ഒരു കാര്യമില്ല. ഫുഡിൽ സെറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ടും ഒരു മാറ്റമില്ല.
അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്നാൽ ഒരു 7 മാസം ആയപ്പോഴേക്കും അവർ പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. കാരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തില്ലെങ്കിൽ ഡെലിവറി ടൈമിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇത് HB വെച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടിക്ക് ഡെത്ത് വരെ സംഭവിക്കാം, പല സൈഡ് എഫക്റ്റ് വന്ന്. അങ്ങനെ പല ന്യൂസുകൾ കേട്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ പോലെ തൈലം ഇതൊക്കെ അത് കുഴപ്പമൊന്നുമില്ലാതെ ട്രാൻസ്ഫ്യൂഷനൊക്കെ കഴിഞ്ഞു. ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ടും പിന്നെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ HB 9.1 9.2 ഇങ്ങനെയൊക്കെ ആവുന്നുള്ളൂ. ഇതുവരെ എനിക്ക് കൂടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവർക്കൊന്നും എന്നെ സഹായിക്കാൻ സാധിക്കില്ല. എൻ്റെ അമ്മയുണ്ടല്ലോ കൂടെ, ഞാൻ അമ്മേനോട് തന്നെ പറയാം. ഞാൻ അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അന്ന് ഇട്ടു. അന്ന് ഒരു ബുധനാഴ്ചയായിരുന്നു ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഇത് കൊടുക്കാൻ പോകുന്ന സമയം. ബുധനാഴ്ച ഈവനിങ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തേട്ടോ. ഓൺലൈൻ ഉടമ്പടി എടുത്തു. അന്ന് വൈകുന്നേരം ഫ്രൈഡേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതേവരെ ഇല്ലാത്ത റിസൾട്ട് 12.2 12.3 ആയിരുന്നു എൻ്റെ HB. ഇത്രയും നാൾ ലൈഫ് ലോങ് ഞാൻ അത്രയും ഹെൽത്തി ആയിരുന്ന സമയത്ത് പോലും എനിക്ക് ആ ഒരു HB ലെവൽ വന്നിട്ടില്ല. അതും പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്കത് സോൾവ് ആക്കി തന്നു. അങ്ങനെ സുഖം നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ ഡെലിവറിയുടെ ഇടയിൽ തന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഇതേപോലെ ഒരു പനി വന്നു. എനിക്ക് ഭയങ്കര പനിയായിട്ട് ഒരു 102 ഡിഗ്രിയൊക്കെ പനി ഉണ്ടായിരുന്നു. ഞാനൊരു 3.5 മാസം പ്രഗ്നൻ്റ്, രണ്ടാമത്തെ ആൾ 3.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ആക്കി. ഇത്ര ഫീവർ ആയിരുന്നു. പിന്നെ കൊച്ചിൻ്റെ ഹാർട്ട് റേറ്റും ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഒരു മാംസകഷ്ണം പോലത്തെ എന്തോ ഒന്നും കൂടെ ഞാൻ ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ വിളിച്ച് അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ഇത് ടിഷ്യൂ എന്തെങ്കിലും ആണോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് അറിയില്ല, നമുക്കത് റൂൾ ഔട്ട് ചെയ്യണം, എമർജൻസി ആയിട്ട് CT സ്കാനും എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 3.5 മാസം പ്രഗ്നൻ്റ് ആയ ടൈമിൽ എക്സ്റേ എന്നൊക്കെ പറഞ്ഞാൽ റേഡിയേഷനുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ കോൺട്രാസ്റ്റ് ഇഞ്ചക്റ്റ് ചെയ്തിട്ടായിരുന്നു CT സ്കാനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ചിലപ്പോൾ കുട്ടിക്ക് അവരെ റിസ്ക്കുകളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അംഗവൈകല്യം സംഭവിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ റേഡിയേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്ന്. അതേപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, ചെയ്യേണ്ട, എന്തായാലും ഞാനത് തരണം ചെയ്തോളാം. എനിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ആ ഒരു സമയത്ത് ഇതിൽ ഞാൻ പറഞ്ഞെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സ് പലരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നീ നിൻ്റെ ജീവൻ നോക്കണം, പിന്നെ അത് കൂടാണ്ട് നിനക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ട്, നീ അത് ചിന്തിക്കണം എന്നൊക്കെ അവർ ഓരോരുത്തർ മാറി മാറി പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. ഓക്കെ, എല്ലാവരും ഇങ്ങനെ എന്നോട് പറയുമ്പോഴും ഞാൻ പിന്നെ അഗെയിൻസ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് വേറൊരു ഇഷ്യൂ ആവുമെന്നൊരു പേടി. അപ്പം ഞാൻ ലാസ്റ്റ് സമ്മതിച്ചു. അപ്പം എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. മമ്മി എന്നോട് പറഞ്ഞു നീ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്, മാതാവിനോട് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ തന്നെ നോക്കിക്കോളണം, എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, കാരണം ഇവരൊക്കെ ഇങ്ങനെ പറയണേ, എനിക്ക് അഗെയിൻസ്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ CT സ്കാനിന് വേണ്ടി ഫസ്റ്റ് പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാനുലൊക്കെ ഇട്ടു, അവിടേക്ക് കൊണ്ടുപോയി CT സ്കാൻ മെഷീനിൽ തന്നെ കിടത്തി. ഞാനപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. എത്ര നേരം മാതാവും എനിക്ക് അറിയുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന അവിടെ ചെന്ന മെഷീനിൽ കയറി എൻ്റെ ID വെരിഫിക്കേഷനൊക്കെ അവർ ചെയ്തു. എല്ലാം കഴിഞ്ഞ് റെഡി, അവർ മാറി അത് ഓണാക്കാൻ പോയപ്പോഴേക്കും ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അത് നിന്നുപോയി. അവർക്ക് തന്നെ എന്താ ഇതെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിപ്പോയി. അപ്പോൾ തന്നെ എനിക്ക് സന്തോഷം വന്നത്, കാരണം എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടത് സോൾവ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അവർ സോറിയൊക്കെ പറഞ്ഞ് എന്നെ റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഡോക്ടർ പിന്നെ വേറെ ദിവസം കൺസെൻറ്റ് എടുക്കാൻ വന്നു CT സ്കാന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി CT സ്കാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുവറാണോ എന്ന് ചോദിച്ചു. യെസ്, എനിക്ക് വേണ്ട, ഇത് ഓക്കെ ആയിക്കോളും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ. അവർ അങ്ങനെ ഒരുപാട് പിന്നെ ഫോഴ്സ് ചെയ്തില്ല. അവർ പറഞ്ഞു അന്ന് നിങ്ങൾ സൈൻ ചെയ്ത് തരണം, എന്തുണ്ടെങ്കിലും അത് ഓൺ റിസ്ക് ആണെന്നുള്ള സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ സൈൻ ചെയ്ത്, കാരണം എനിക്ക് ഉറപ്പായി ഇത് മാതാവ് ഇടപെട്ടതാണ്. സൈൻ ചെയ്ത് കൊടുത്തു. വേറെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പനി മാറി. വേറെ അത് റിലേറ്റഡ് എൻ്റെ കൊച്ചിനോ എനിക്ക് വേറെ ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് അവിടെ ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നെ ആ പോസ്റ്റ്മോർട്ടം സമയത്ത് പ്രഗ്നൻസി കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് മന്തിൽ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് കുറച്ച് നാളത്തേക്ക് നമുക്ക് ചെറിയ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നോർമലാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ബാക്ക് പെയിൻ, എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ബാക്ക് പെയിൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് ഒരു 2 സൈഡിൽ പെയിൻ വന്നിട്ട് നടുക്കലത്തേക്ക് വരും, അങ്ങനെ വോമിറ്റ് ചെയ്യും, പെയിൻ വന്നാൽ തല കറങ്ങും, ഒരു സ്ഥലത്തേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ല, കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവന് ബോട്ടിൽ ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ മമ്മി ഉണ്ടായിരുന്നു അവിടെ, മമ്മിയാണ് അവനെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് 4 hours നമ്മുടെ പാരസെറ്റാമോൾ കഴിക്കുമെങ്കിൽ ഞാൻ 2 മണിക്കൂർ കൂടി പാരസെറ്റാമോൾ കഴിക്കുമായിരുന്നു, 1 gram.
എന്നാൽ എൻ്റെ പെയിൻ കുറയില്ലായിരുന്നു, അത്ര തീവ്രമായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ അവിടെ കാഷ്വാലിറ്റിയിൽ പോയെങ്കിലും അവർ പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോൺ ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സ്കാനും എക്സ്റേ ഒക്കെ ചെയ്തിലും കിഡ്നി സ്റ്റോണിൻ്റേതായിട്ട് ഒരു പ്രശ്നങ്ങളും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരെന്നോട് പറഞ്ഞു പെയിൻ കില്ലർ കഴിക്കുക ശരിയാവുമായിരിക്കും എന്നൊരിത് മാത്രമേ അവിടെ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ എനിക്ക് പെയിൻ സഹിക്കാണ്ടായപ്പോൾ ഞാൻ എന്നും രാത്രി എഴുന്നേറ്റിരുന്ന് കരച്ചിൽ തന്നെയായിരുന്നു. പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലും. അത് കഴിഞ്ഞ് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നീ ഈ പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ എൻ്റെ ത്രൂ ഔട്ട് ഈ എല്ലാ കാര്യങ്ങളിലും ലൈറ്റ് ക്യാൻഡിൽ ഈ ഉടമ്പടിയായിട്ട് ഞാൻ എന്നൊക്കെ പോയിട്ടുണ്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് അത് ശരിയാക്കി തന്നിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. തൈലം പറ്റി മമ്മിയും ഞാനും എൻ്റെ ബാക്കിലേക്ക് തൈലം പറ്റി ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അന്ന് പെയിൻ കുറച്ച് കുറഞ്ഞു. ഈ 2 മണിക്കൂർ എന്നുള്ളത് ഞാനൊരു 6 മണിക്കൂറായി. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് മരുന്ന് കഴിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് ഇത്രയും പറഞ്ഞുള്ളൂ, എനിക്ക് എൻ്റെ പിള്ളേരെ എടുക്കാൻ പറ്റണം. എൻ്റെ കുട്ടികളെ എനിക്ക് എൻ്റെ മൂത്ത ആളെയും അവൾ കളിക്കാനൊക്കെ വരുമ്പോഴാണ് എനിക്ക് തൊടാൻ പോലും പറ്റുന്നുണ്ടായില്ല പെയിനായിട്ട്. അങ്ങനെ എനിക്ക് മാതാവ് ഒരു ബുദ്ധിമുട്ടില്ലാതെ അതെല്ലാം മാറ്റി തന്നു. ഇപ്പോഴും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് റിലേറ്റഡ് ഡോക്ടർ പറഞ്ഞിരുന്നു നെർവ് കംപ്രഷൻ ആയതാണെന്ന് പറഞ്ഞിരുന്നു. 2ാമത്തെ കുട്ടി വയറ്റിലായിരുന്നു. ഇപ്പം ചിലപ്പോൾ അത് ലൈഫ് ലോങ് ഉണ്ടാവാം, ചിലപ്പോൾ അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ശരിയാവുന്നതായിരുന്നു. ഇതായിരുന്നു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നത്. പിന്നീട് അങ്ങനെ ഈ പ്രയർ ലൈറ്റ് ക്യാൻഡിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇത് പിന്നെ നെർവ് കംപ്രഷന് പിന്നെ ഉണ്ടായിട്ടില്ല. ആ റിലേറ്റഡ് എനിക്ക് പെയിനോ വോമിറ്റിങ്ങോ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് അതും എനിക്ക് സോൾവ് ആക്കി തന്നു. പിന്നെ എൻ്റെ അനിയത്തിക്ക് എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. അതിൽ ഒരു അനിയത്തിക്ക് ഇതേപോലെ 2-3 വർഷമായിട്ട് അവൾക്ക് ഭയങ്കര ഈ പെയിൻ വയറുവേദന ഉണ്ടാവും, പിന്നെ ഇടയ്ക്ക് ഒരു തലവേദന ഛർദി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് ഡോക്ടേഴ്സ് ഭയങ്കര ക്ഷീണിച്ച ഇവളിരുന്നത്. ഇവൾക്ക് ഏകദേശം 40 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മൾ കളിയാക്കി വല്ല അസുഖങ്ങളായിരിക്കാം, എന്താ കാരണമെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഡോക്ടേഴ്സിനൊക്കെ ഞങ്ങൾ അവിടെ പോയി കാണിച്ചെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴൊന്നും അതിലൊന്നൊരു പ്രശ്നങ്ങൾ കാണുന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ കുറ്റപ്പെടുത്തി, നീ ഫുഡ് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം, ഗ്യാസ് കയറണമായിരിക്കാം അതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവൾ പറയുന്നത് എനിക്ക് അതൊന്നല്ല പ്രശ്നം, എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ ഇത് 2-3 വർഷത്തോളമായിട്ട് കണ്ടുപിടിച്ചില്ലായിരുന്നു. ഞാൻ അന്ന് ആദ്യത്തെ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇവളുടെ ഈ കാര്യം നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് വിത്തിൻ 5 മന്ത്സാണ് അവൾക്ക് ഇതേപോലെ ഒരു ശക്തമായ ഒരു വയറുവേദന വരെ. അവൾ കോളേജിൽ പഠിക്കുക, അവൾ BSc ലാബ് ടെക്നോളജിയാണ് പഠിക്കുന്നത്. അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ വേദന വന്നപ്പോൾ അവിടെ തൊട്ടടുത്ത ടീച്ചേഴ്സ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ പെയിൻ കില്ലറൊക്കെ കൊടുത്തു. പക്ഷെ അവൾക്ക് പെയിൻ മാറുന്നില്ല. ശക്തമായ പെയിൻ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അവൾക്ക് തൈലം പുരട്ടി കൊടുത്തു, ഉപ്പിട്ട് വെള്ളം കൊടുത്തു. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അങ്കമാലിലുള്ള LF ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എമർജൻസി ആയിട്ട് അവിടെ അന്ന് ഇത് വേറെ മെയിൻ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, വൈകുന്നേര സമയത്ത്. അപ്പോൾ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്താ കാരണമൊന്നും അറിയണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് ഇവളുടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു അവൾക്ക്. അത് പൊട്ടിയിട്ട് ഫ്ലൂയിഡൊക്കെ ലീക്കായി തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഇപ്പം തന്നെ സർജറി ചെയ്യണം. അങ്ങനെ 2-3 വർഷത്തോളമായിട്ട് ഇത് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാത്ത ഒരു അസുഖം അവൾക്ക് ഉടമ്പടി എടുത്ത് 5 മാസത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കുകയും അത് സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഒരു ഭവനം, ഞാൻ അയർലൻഡിലൊരു വീട് വാങ്ങിക്കുക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഈ മെറ്റേണിറ്റി ലീവിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം ഞാൻ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനവിടെ ഉണ്ടായാൽ മാത്രമാണ് മോർഗേജിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പേപ്പേഴ്സിന് മൂവ് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡും വൈഫും അവിടെ വേണം, സൈൻ ചെയ്യണം അവരുടെ മുമ്പിൽ വെച്ച്, എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വ്യാഴാഴ്ച ഞാൻ തിരിച്ചു പോകണത്. അപ്പം ഇനി ഇപ്പോഴത്തേക്കേ പറ്റുള്ളൂ. ഇനിയും ഞാൻ ലേറ്റാക്കി കഴിഞ്ഞാൽ 2 വർഷം ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ കൂടെ കഴിഞ്ഞാൽ എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പുതിയ വീടുകളൊന്നും ഇപ്പം തന്നെ ഇല്ല. എല്ലാം നെക്സ്റ്റ് ഇയർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് പുതിയത് ലോഞ്ച് ആവുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി വീടിന് ഇപ്പം എങ്ങും വാങ്ങിക്കാൻ പറ്റില്ല, വീടിൻ്റെ പൈസയാണ് കൂടിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ മാതാവിനോട്, അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയും അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ പറയുന്ന 2 കാര്യം എന്നോട് തന്നെ ആയിട്ട് എനിക്ക് തോന്നി, സ്ട്രൈക്ക് ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയുള്ള അനുഗ്രഹങ്ങളും വൈകും. നിങ്ങളത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പറയണം, മൂടി വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനത്തെയൊക്കെ ഒരു പ്രാവശ്യം കേട്ടു, ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിലും അച്ഛനത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നോട് തന്നെ പിന്നെയും പറയണേന്ന്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഈ കഴിഞ്ഞ തേഴ്സ്ഡേ ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ക്ഷമ പറഞ്ഞ് ഞാൻ ഈ പേപ്പറിൽ ഞാൻ സാക്ഷ്യങ്ങൾ എഴുതാം. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇതിൽ പേപ്പറിൽ സാക്ഷ്യം എഴുതാൻ തുടങ്ങുകയാണ്. വീട് കിട്ടി എന്ന് പറഞ്ഞ് സാക്ഷ്യം എഴുതാൻ തുടങ്ങണത്. വീട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷി എഴുതാൻ തുടങ്ങി. വ്യാഴാഴ്ച സാക്ഷി എഴുതാൻ തുടങ്ങി. വെള്ളിയാഴ്ച ആയപ്പോൾ ഞങ്ങൾ പുതിയൊരു വീടിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും, ഇത് ചെറുത് വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, എല്ലാം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എനിക്ക് ഈ പത്രങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ അനുഭവങ്ങൾ വന്നതിന് ശേഷം ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പത്രം കൊടുക്കുകയും അറിയാത്തവർ ആ സമയത്ത് 2019 എന്നൊക്കെ പറഞ്ഞ കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് അവിടെയുള്ളൊന്നും ആരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ചിലവരൊക്കെ വേണ്ടാന്ന് പറയും. പക്ഷെ ഞാൻ അവരോട് ഓരോന്നും ഇതെന്താണെന്നും ഇതെന്തിനാണെന്നൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ദൈവത്തിനെയും മാതാവിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയൊക്കെ പത്രങ്ങൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. എനിക്കറിയാത്ത ആൾക്കാർ ഇപ്പോൾ അയർലൻഡിലായാലും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസം ഒരു ആവശ്യത്തിന് 10 ഡേയ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴായാലും ഇംഗ്ലീഷുകാർക്കായാലും അവരോടായാലും പറഞ്ഞ് എനിക്ക് കൊടുക്കാനുള്ളൊരു ധൈര്യം കിട്ടി പത്രം. അങ്ങനെ ഒരു പ്രേക്ഷക പ്രവർത്തനം അങ്ങനെ ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് അവിടെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഈ ചെറിയ എന്തെങ്കിലും അസുഖമായിട്ട് മരുന്ന് വാങ്ങിക്കാൻ കാശില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ പൈസ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താ സഹായം എന്ന് ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ ചോറും പൊതിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അവിടങ്ങളിലൊക്കെയുള്ള എല്ലാ ആൾക്കാർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥ മന്ദിരത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് ഒരു നേരത്തെ ഭക്ഷണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്, യൂറോപ്യൻ ലൈസൻസ് എല്ലാവർക്കും തന്നെ അറിയാൻ കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. ഞാനപ്പോൾ അതേപോലെ ടെസ്റ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് ഈ പറഞ്ഞ വലിയ ഡ്രൈവർ ഓടിക്കാനൊന്നും വലിയ ഇതൊന്നുമല്ല. പക്ഷേ എനിക്ക് ടെസ്റ്റ് നമുക്ക് 2 പേർക്കും ഡ്രൈവിങ് വേണം എന്നാൽ മാത്രമാണ് അവിടെ അങ്ങനത്തെ രാജ്യത്തൊക്കെ ജീവിക്കാൻ ഇത്തിരി എളുപ്പമുണ്ടാവും. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഗർഭിണിയായിരുന്നു, ഫസ്റ്റത്തെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനെ എപ്പോഴും ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് ട്രെയിനിങ് ചെയ്യുമായിരുന്നു. എന്നാൽ പോലും അറിയാലോ പിന്നെ ഒരു യൂറോപ്യൻസ് ആയിരിക്കും വന്നത്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ടെൻഷനും വരും. കാരണം അവരുടെ ഇംഗ്ലീഷ് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ലൈറ്റ് ക്യാൻഡിൽ ഞാൻ അവിടെ ആയതുകൊണ്ട് മിക്കപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടികളാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ 19-ാം തീയതി ഇപ്പോൾ പുതിയ ഉടമ്പടി എടുത്തിട്ട് NRI ഉടമ്പടി എടുത്ത് 1 വർഷത്തേക്ക് 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ എൻ്റെ കാറിലെ സ്റ്റിയറിങ്ങിലും പിന്നെ എൻ്റെ സൈഡിൽ എക്സാമിനർ ഇരിക്കുന്ന സീറ്റിലും ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലി അങ്ങനെ ഞാൻ എക്സാമിന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് എക്സാം 10:30 ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 9:30 ആകുമ്പോൾ ചുമ്മാ ഒരു റൗണ്ട് അടിക്കാം, ചുമ്മാ പോയി ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. 3-4 റൂട്ടുണ്ട് അതിൽക്കൂടെ. പല എക്സാമിനേഴ്സും പല റൂട്ടിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. റിവേഴ്സ് അടിപ്പിക്കുന്നതൊക്കെ പല സ്ഥലത്താണ്. നമുക്കിതിൽ ഏതൊക്കെ കിട്ടുന്നതെന്ന് അറിയില്ല. നമുക്കാണെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ അവർ റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴായാലും ചിലപ്പോൾ നമുക്ക് നെർവസായിട്ട് നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ വേറൊരു മലയാളി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനൊരു എക്സാമിനറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണേ. ആ ചേട്ടനപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് എന്നോട് ശരിക്കും ഒരു എക്സാമിനർ പറയുന്ന പോലെ തന്നെ ഗോ ലെഫ്റ്റ് ഗോ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഞാൻ പോവാണ്. റിവേഴ്സും എല്ലാം അങ്ങനെ തന്നെ. കറക്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ തിരിച്ചെത്തി. ഡ്രൈവിങ് ചുമ്മാ കഴിഞ്ഞ് തിരിച്ചെത്തി. അവിടുത്തെ എക്സാമിൻ്റെ അടുത്തേക്ക് ചെന്നു. വൈവ ടെസ്റ്റ് കഴിഞ്ഞു. പ്രാക്ടിക്കലിലേക്ക് ചെന്ന് കാർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഷെയർ ലൊക്കേഷൻ എൻ്റെ ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പം ഞാൻ ഇതിക്കൂടെയൊക്കെ പോണേന്ന് അവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ എക്സാമിനർ മാത്രം അങ്ങനെ കാറിൽ ഞങ്ങൾ പോകുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ എവിടെ കൂടെയൊക്കെയാണോ വണ്ടി ഓടിച്ചത് ആ സെയിം വഴിക്കൂടെ എന്നെ ആ വണ്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് വളരെ ഒരു മിറാക്കിളായിട്ട് നടന്നൊരു കാര്യം. റിവേഴ്സ് എടുത്ത കാര്യങ്ങളായാലും എല്ലാം. അപ്പോൾ ഇവരെന്നെ പറഞ്ഞു എന്തൊരു അത്ഭുതം നടന്നതെന്ന് ഇവരെന്നെ എന്നോട് ചോദിച്ചു. ആ ചേട്ടനും ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡും ചോദിച്ചു. കാരണം അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. സെയിം വഴിക്കൂടെ തന്നെ പോയത് കൊണ്ട് ഞാൻ ടോട്ടലി റിലാക്സ്ഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് എല്ലാം കഴിഞ്ഞു. ഞാനങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് യൂറോപ്പിൽ എനിക്ക് പാസ്സായി. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു, അനുഗ്രഹിച്ചു. 1 കൊറിന്തോസ് 10:31 എല്ലാം ദൈവമഹത്വത്തിന് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ എല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ എന്ന് തിരുവചനം പറയുന്നു. ലക്സ്ന ലൈജു ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ താൻ 2019 വന്ന് ഉടമ്പടി എടുത്ത മകളാണ്. പിന്നീട് അയർലൻഡിന് OET പാസ്സാകുന്നതും അയർലൻഡിന് പോകുന്നതും അവിടെ ചെന്നതിന് ശേഷം
3 മാസത്തെ ഉടമ്പടിയുമായിട്ട് പോയതുകൊണ്ട് പിന്നീട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, ഓൺലൈൻ ഉടമ്പടി, അങ്ങനെ ഉടമ്പടിയുടേതായ ഒരു ജീവിതം തന്നെയാണ് ഈ മകള് നയിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ OET എക്സാം പാസ്സാകുന്ന കാര്യം, താനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. മറ്റ് ICSE CBSE സിലബസ് കുട്ടികളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ തനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം പാസ്സാകാൻ സാധിച്ചു. അയർലൻഡിൽ 2 പ്രാവശ്യം പ്രൈവറ്റ് കമ്പനിയിലെ ജോബ് റിജക്റ്റ് ആകുമ്പോൾ വേദന തോന്നി. എന്നാൽ 3ാമത് കിട്ടിയ സെലക്ഷൻ ഒരു ഗവൺമെൻറ് ജോബ്. അതൊക്കെ ഇന്ന് ഈ മകൾ ഓർത്തെടുക്കുമ്പോൾ പറയുന്നത് എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു, ദൈവിക പദ്ധതിയായിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തൻ്റെ ഭവനം വാങ്ങിക്കാൻ സാധിച്ചതും, തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, തനിക്ക് തന്നെ പ്രഗ്നൻസിയിലുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഓരോന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാറ്റിനും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, അതായത് അമ്മയുടെ മുൻപിൽ തിരിതെളിച്ചുള്ള പ്രാർത്ഥന. അപ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതവും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തികൾക്കുമൊക്കെ ആ സാഹചര്യത്തിൽ ഏത് രീതിയിലൊക്കെ തനിക്ക് സാധിക്കുമോ ആ രീതിയിലൊക്കെ ഈ മകൾ പരിശ്രമിക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉടമ്പടിയെടുത്ത്, തീർത്ഥാടന ഉടമ്പടിയെടുത്ത് ആ ഉടമ്പടിയുമൊക്കെ ആയിട്ട് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യം പങ്കുവെച്ചു. എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാവുക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.